പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുനർജനി പദ്ധതി തട്ടിപ്പാണെന്ന ആരോപണത്തിന് പ്രത്യക്ഷ തെളിവുമായി നാട്ടുകാരും. പറവൂർ മണ്ഡലത്തിലെ പുത്തൻവേലിക്കരയിൽ ഭവനരഹിതർക്കായി ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുമെന്ന വാഗ്ദാനം ജലരേഖയായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി തറക്കല്ലിട്ട് 6 വർഷം കഴിഞ്ഞെങ്കിലും പിന്നീട് ഒന്നും നടന്നിട്ടില്ല. പുനർജനി പദ്ധതിയുടെ ഭാഗമായി ഭൂരഹിതരും ഭവനരഹിതരുമായ 12 കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി പുത്തൻവേലിക്കരയിൽ ഒരു ഭവന സമുച്ചയമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിഭാവനം ചെയ്തത്. ആ പദ്ധതിയുടെ പുരോഗതി എന്താണ് നമുക്ക് പരിശോധിക്കാം. തറക്കല്ലിട്ടിടത്ത് പുല്ല് തഴച്ചു വളർന്നിരിക്കുന്നു. 6 വർഷം കൊണ്ടുണ്ടായ പുരോഗതി ഇതാണ്. പദ്ധതി തട്ടിപ്പാണെന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണമെന്ന് നാട്ടുകാർ. പുത്തൻവേലിക്കര എളംതിക്കരയിൽ ശാരദാ വിദ്യാമന്ദിർ ട്രസ്റ്റ് സൗജന്യമായി നൽകിയ 15 സെന്റിൽ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ സഹായത്തോടെ ഫ്ളാറ്റ് നിർമ്മിക്കുമെന്നായിരുന്നു 6 വർഷം മുൻപ് തറക്കല്ലിടുമ്പോൾ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ 6 വർഷങ്ങൾക്കിപ്പുറം ഒന്നും നടന്നില്ല. പിന്നെന്തിനീ കല്ലിടൽ നാടകം നടത്തിയെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. പദ്ധതിയുടെ മറവിൽ നടത്തിയ അഴിമതി ചൂണ്ടിക്കാട്ടി DYFI ഉൾപ്പെടെ യുവജന സംഘടനകൾ പറവൂരിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. പുനർജനി പദ്ധതിയുടെ പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണമെന്ന് DYFI ആവശ്യപ്പെട്ടിരുന്നു. വി.ഡി. സതീശൻ പറയുന്ന ന്യായം എന്ന് പറയുന്നത് എന്റെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോ പുനർജനിയിലൂടെ സമീപിച്ച ഏതെങ്കിലും NGOയുടെ പേരിലേക്കാണ് പണം വാങ്ങിയതെങ്കിൽ എത്ര രൂപ എവിടെ നിന്നെല്ലാം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് പുറത്തുവിടാൻ എന്താ തടസ്സം? പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കല്ലിട്ടിരിക്കുന്നത് പുല്ലുമുളയ്ക്കുക എന്ന് പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് അതാണ്. ആളുകളെ പറഞ്ഞ് പറ്റിക്കുക എന്നതിൻ്റെ നേർചിത്രമാണ് പുത്തൻവേലിക്കരയിൽ നിന്ന് കാണാനാവുന്നത്. പുത്തൻവേലിക്കരയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.